കുറിച്ചൊക്കെ അറിയാനാണ് എനിക്കൊരു ആഗ്രഹമുള്ളത്. നമുക്കൊക്കെ ജിജ്ഞാസയുള്ളവരാണ്, ക്യൂരിയോസിറ്റി, നമുക്കെല്ലാം ക്യൂരിയോസിറ്റി ഉണ്ട്. ഒരു പുതിയ വണ്ടി വന്നു, വണ്ടി വരുമ്പോൾ അതിൻ്റെ വണ്ടിയൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു വിപണിയിൽ ഒരു പുതിയ മോഡൽ വാഹനം വന്നു, അത് നമ്മുടെ തൊട്ടയലോക്കത്തോ നമ്മൾ ദേവാലയത്തിൽ ചെന്നപ്പോൾ ദേവാലയത്തിന്റെ മുറ്റത്തോ ഒക്കെ അത് കിടക്കുന്ന കാണുമ്പോൾ നമ്മൾ അതിന്റെ ചുറ്റൊക്കെ പോയി നോക്കും, വണ്ടിയോട് ഇൻട്രസ്റ്റ് ഉള്ളവർ. ഓക്കെ, ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്ന അന്ന് മുതൽ ആ കുഞ്ഞിന് സ്വാഭാവികമായിട്ട് ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ് ഒരു ക്യൂരിയോസിറ്റി. ആ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം ഇത്ര വളർച്ച പ്രാപിച്ചത് പോലും ഈ ഒരു ക്യൂരിയോസിറ്റി ഉള്ളത് കൊണ്ടാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ചന്ദ്രനിലെത്തി, മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എത്തിയതിൻ്റെയൊക്കെ കാരണം ക്യൂരിയോസിറ്റിയാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ചന്ദ്രനിൽ കാലുകുത്തിയ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? ചൊവ്വയിൽ പോയാൽ എന്ത് സംഭവിക്കും? ഇതൊക്കെ മനുഷ്യന്റെ ഒരു ക്യൂരിയോസിറ്റി അറിയാൻ. ആ ആഗ്രഹത്തെയാണ് ഡെവലപ്പ് ചെയ്ത് അതിനുള്ള പരിശ്രമം എടുത്ത് ആഗ്രഹത്തെ പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ഇന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാകുന്നത്. എന്ന് പറയുന്നത് പോലെ മക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട് ചില ക്യൂരിയോസിറ്റികൾ, അത് നമ്മൾ കണ്ടെത്തണം. അതിനെ കുറിച്ചൊക്കെ അറിയാനാണ് എനിക്കൊരു ആഗ്രഹമുള്ളത്. ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ല, എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുമില്ല, എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും നമുക്കില്ല. ഒക്കെ എല്ലാവരിലും ജിജ്ഞാസയുണ്ട്. വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ജിജ്ഞാസയുണ്ട്, ടീനേജ് പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ ജിജ്ഞാസയുണ്ട്. ഈ ടീനേജ് പ്രായത്തിലുള്ള പിള്ളേരാണ് കൂടുതലായിട്ട് ഈ പാപകരമായ മ്ലേച്ഛകരമായ കാര്യങ്ങളിലേക്ക് മൊബൈലിലൂടെയും അല്ലാതെയൊക്കെ ഇന്റർനെറ്റിലൂടെയൊക്കെ മുന്നോട്ട് പോകുന്നതിന് കാരണം അറിയാനുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ്. ടീനേജ് പ്രായത്തിലേക്ക് എത്തുമ്പോൾ സ്വന്തം ശരീരത്തിൽ ഹോർമോണിന്റെ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അതേക്കുറിച്ച് കൂടുതലായി അറിയാനുള്ള ഒരു ആഗ്രഹം, ഒരു ജിജ്ഞാസ ഒരൊറ്റ പാപത്തിലേക്ക് എത്തിക്കാം. ഞങ്ങൾക്കാണെങ്കിൽ പോലും ബൈബിള് ഓരോ ദിവസം വായിക്കുമ്പോഴും പുതിയ കാര്യങ്ങള്, ബൈബിളിന്റെ പുതിയ വ്യാഖ്യാനങ്ങള്, ഇതൊക്കെ അറിയാനും മനസ്സിലാക്കാനുള്ള ആഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ട്. എന്ന് പറയുന്ന പോലെ ഏത് തലത്തിലുള്ള വ്യക്തികളാകട്ടെ, ഏത് ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ കടന്നു പോകുന്ന വ്യക്തികൾ, അവർക്കെല്ലാം അറിയാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് എന്താണ് എൻ്റെ ഉള്ളിൽ, എന്തിനെ കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ളൊരു ആഗ്രഹം. നമ്മുടെ ജിജ്ഞാസകളെ ഈ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് നോമ്പുകാലത്തും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴും ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മളെ ആത്മീയമായി ബലപ്പെടുത്തുന്ന, അഭിഷേകം ചെയ്യുന്ന സ്വർഗത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച്, എൻ്റെ ആത്മരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ നമ്മൾ ഈ ദിവസങ്ങളിൽ വളർത്തിയെടുക്കണം. മറ്റു പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ജിജ്ഞാസ ഉണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. അത് ഫാസ്റ്റ് ചെയ്യും. ഈ ദിവസങ്ങൾ അതൊക്കെ ഒന്ന് ഫാസ്റ്റ് ചെയ്തേ, മൊബൈലിലൂടെ അതറിയാൻ, ഇതറിയാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ജിജ്ഞാസയുണ്ട്. അതൊക്കെ കൊണ്ട് ഫാസ്റ്റ് ചെയ്യും, അതൊക്കെ കൊണ്ട് ഉപവസിച്ചിട്ട് കഴിക്കേണ്ട കാര്യം ഞാൻ പറയുന്നത്, നിത്യതയെക്കുറിച്ച്, സ്വർഗത്തെക്കുറിച്ച്, എന്റെയും നിങ്ങളുടെയും ആത്മരക്ഷയെക്കുറിച്ച് അറിയാനുള്ള ഒരാഗ്രഹം നമ്മളിൽ ഉണ്ടാകട്ടെ. അവരെന്റെ വീട്ടിൽ എന്താ നടക്കുന്നത്, നാട്ടുകാരുടെ ജീവിതത്തിൽ എന്താ നടക്കുന്നത്, അവരെന്റെ വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്, അവരെവിടെയൊക്കെ പോകുന്നുണ്ട്, അവരാരെയൊക്കെ കാണുന്നുണ്ട്, ഇതുപോലും ചിലപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാരമായിട്ട് മാറും. അമിത ജിജ്ഞാസയാണ്, നെഗറ്റീവാണ്, വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു ക്യൂരിയോസിറ്റിയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ആത്മശോധന ചെയ്തിട്ട് എന്തിനെ കുറിച്ചാണ് ശരിക്കും നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം? യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹമുണ്ടോ? പറ. ഈ ദിവസങ്ങളിൽ എനിക്ക് യേശുവിനെ കുറിച്ച്, യേശു എനിക്ക് വേണ്ടി സഹിച്ചതിനെ കുറിച്ച്, യേശു എനിക്ക് വേണ്ടി പാടുപീടുകൾ ഏറ്റെടുത്തതിനെ കുറിച്ച്, യേശു എന്നെ സ്നേഹിച്ചതിനെ കുറിച്ച്, യേശുവിന്റെ ജീവിതം ഈ ലോകത്തിലേക്ക് ഈശോ വന്നതുപോലും എനിക്ക് വേണ്ടിയിട്ട്, അപ്പൊ അതിനെക്കുറിച്ച് ധ്യാനിക്കാനോ അതേക്കുറിച്ച് അറിയാനുള്ള ഒരാഗ്രഹമാണ് നമുക്കുള്ളത്.